നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. ആളുകൾ ലൈവിൽ വന്നോ? ഇന്നെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാലക്കാട് ബൈ ഇലക്ഷനൊക്കെയാണ്. അതിൻ്റെ തിരക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നു, ഇലക്ഷൻ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ആക്ച്വലി ലൈവിൽ വന്നത് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ലൈവ് കാണുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലിടുവോ? ഇന്നല്ല കേട്ടോ, ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും കറക്റ്റായിട്ട് പറയുമെങ്കിൽ നോക്കട്ടെ. ഇന്നലെ എന്തായിരുന്നു? ഹായ്. യെസ്, പറയൂ. ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്നലെ ഒരു പ്രത്യേക, ഇപ്പം നമ്മൾ വേൾഡ് TB ഡേ, വേൾഡ് ക്യാൻസർ ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡേ ആയിരുന്നു ഇന്നലെ. എന്തായിരുന്നു ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? പോരട്ടെ, വേഗം പറയൂ ആരെങ്കിലും. ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു, അത് സത്യ. യെസ്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുബൈർ, സരിൻ, അതുപോലെ ബിജീഷ്. മെൻസ് ഡേ ഇന്നലെ. പുരുഷ വോട്ട് ഇപ്പോൾ വോട്ടൊക്കെ ഇട തലയിലുള്ളൂ. ഇന്നലെ പുരുഷ ദിനമായിരുന്നു, അതായത് വേൾഡ് മെൻസ് ഡേ, ഇന്റർനാഷണൽ മെൻസ് ഡേ. ബാലഗോകുൽ പറഞ്ഞിട്ടുണ്ട്, വിനീഷ് പറഞ്ഞിട്ടുണ്ട്, യെസ്, ഷാജി, യെസ്, ഷറഫ് പറഞ്ഞു ഞങ്ങളുടെ ദിനം. കറക്റ്റ്, ഞങ്ങളുടെ ദിനമായിരുന്നു ഇന്നലെ അല്ലേ? മോഹൻ, യെസ്, ധന, യെസ്, കുറേ പേര്. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് വേഗം ടോപ്പിക്കിലേക്ക് വരാം. ഇന്നലെ അപ്പോൾ ഇന്റർനാഷണൽ മെൻസ് ഡേ ആയിരുന്നു, പുരുഷ ദിനമായിരുന്നു. നമ്മൾ പലപ്പോഴും ഇന്റർനാഷണൽ വിമൻസ് ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. അല്ലെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് അതിൽ പല രീതിയിൽ എന്താ പറയുക, പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ആ സമയത്ത് കുറേ പോസ്റ്റുകൾ ഇടാറുണ്ട്. അതായത് വിമൻസ് ഡേ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഇന്റർനാഷണൽ മെൻസ് ഡേ, അതെ, പുരുഷ ദിനം, എങ്ങനെയാണ് നമുക്ക് അത്ര ഒരു വലിയൊരു ആഘോഷമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പോസ്റ്ററുകളോ കാര്യങ്ങളോ നമ്മൾ അധികം കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടാണ് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് പോട്ടെ, അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സ്ത്രീകളുടെ വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയുന്ന പോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക്, നമ്മളിപ്പോൾ എത്ര ഇക്വാലിറ്റി എന്ന് പറഞ്ഞാലും നിങ്ങളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്ത്രീകളുടെ പരിമിതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് കിട്ടുന്ന പ്രാധാന്യം അത് ന്യായീകരിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും ആണുങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മെൻസ് ഡേ തഴയപ്പെടേണ്ട ഒന്നുമല്ല. പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ, മദേഴ്സ് ഡേ ആഘോഷിക്കപ്പെടുന്ന പോലെ ഫാദേഴ്സ് ഡേ ആഘോഷിക്കപ്പെടാറില്ല അല്ലേ? അമ്മമാരെ നമ്മൾ പുകഴ്ത്തുന്ന പോലെ പലപ്പോഴും അച്ഛന്മാർ പുകഴ്ത്തപ്പെടാറില്ല. ഇതൊരു ജനറൽ ട്രെൻഡാണ് ആക്ച്വലി നമ്മുടെ സമൂഹത്തിലെ. പലപ്പോഴും പുരുഷന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സാക്രിഫൈസസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ഒന്ന്, അതായത് അത് അവരുടെ കടമയാണ് എന്ന് പറഞ്ഞൊന്ന് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ആൺകുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് അവരിൽ കുത്തിവെക്കുന്ന പലപ്പോഴും എന്താ ഉണ്ടാവുന്നത്? ഇന്ന് ആണുങ്ങളിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടി വരുന്നുണ്ട്. ചെറുപ്പക്കാരായ ആണുങ്ങളിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ സൊസൈറ്റി കാലാകാലങ്ങളായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു അച്ചുണ്ട് അല്ലെ? ഒരു അച്ചുണ്ട്, നമ്മൾ അതിന്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാവരും വാർക്കപ്പെടുന്നത്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെയാണ്, അതിന്റെ പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ ഇങ്ങനെ ആയിപ്പോയതും. അതായത് സ്ത്രീകൾ സൈഡ് ലൈൻഡ് ആവേണ്ടവരാണ്, അവർ മുഖ്യധാരയിലേക്ക് വരേണ്ടവരല്ല, അവർ വീട്ടിൽ കുട്ടിയെ നോക്കിയിരിക്കേണ്ടവരാണ്, അവർ വീട്ടിലെ പണികൾ ചെയ്യേണ്ടവരാണ്, അടുക്കളയിൽ തളയ്ക്കപ്പെടേണ്ടവരാണ്, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാലങ്ങളായിട്ടുണ്ടായ സ്ത്രീകളെ വാർക്കപ്പെട്ട ഒരു അച്ചുണ്ട്. അതിന്റെ ഉള്ളിൽ കടന്നതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഇന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. സത്യത്തിൽ പുരുഷന്മാരുടെ അവസ്ഥയും അത് തന്നെയാണ്. അവരും ഈ സ്ത്രീകളെ പോലെ തന്നെ പലതരം അച്ചുകളിൽ വാർക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റി മൂലം തന്നെ. അതെന്താണ് അച്ച്? പുരുഷന്മാരാണ് ഒരു കുടുംബത്തിന്റെ നാഥൻ. അത് കേൾക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്, പക്ഷേ പുരുഷന്മാർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് അല്ലെ? ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന പട്ടം ചാർത്തി കിട്ടുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, സത്യത്തിലെ ബാധ്യതകളും ഭാരങ്ങളും എല്ലാം ആ പുരുഷന്റെ തലയിൽ അനാവശ്യമായിട്ട് വെച്ചു കൊടുക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷനാണ് അവിടുത്തെ. അതൊരു ഭാഗം, അതിന്റെ ഒരു നെഗറ്റീവ് ഭാഗം. പക്ഷേ പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ മുഴുവനായിട്ടുള്ള ബാധ്യതകളും ഭാരങ്ങളും ആ പുരുഷന്റെ തലയിലും കെട്ടിവെക്കപ്പെടുകയാണ് പലപ്പോഴും.
ആ ഒരു ഭാഗം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും ആത്മഹത്യകളൊക്കെ കൂടുന്നത്? ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതൽക്ക് തന്നെ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന പല കാര്യങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് കരയാം, പിഴിയാം, ഒരു കുഴപ്പമില്ല, അവർ വളരെ സെൻസിറ്റീവ് ആവാം, അവർ കരഞ്ഞാൽ അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വളർന്നു വരുന്ന ഒരു ആൺകുട്ടി എപ്പോഴെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? നമ്മൾ എന്താ പറയാ? അയ്യേ, അവൻ വല്ല പെൺകുട്ടികളെ പോലെ മോങ്ങണു അല്ലെ, നീ ഒരു ആൺകുട്ടിയാണടാ, ഒരു ആൺകുട്ടിയെ പോലെ പെരുമാറ്, ആൺകുട്ടികൾ കരയോ, പെൺകുട്ടികളെ പോലെ മോങ്ങാതിരിക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കുഞ്ഞാൺമക്കളെ എത്ര കരയുന്ന സമയത്ത് നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വലിയ തെറ്റാണെന്നറിയോ? ആണായാലും പെണ്ണായാലും നമ്മുടെ അതുപോലെ തന്നെയുള്ള ടെൻഷൻസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള മാർഗമാണ് എന്ത്? ഈ കരച്ചിൽ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ സന്തോഷം വന്നാൽ ചിരിക്കുന്ന പോലെ തന്നെ സങ്കടം വന്നാൽ കരയുന്നതും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെയാണ്. ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് ലൈറ്റ് ആവുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമാണോ? അത് ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം കാലാകാലങ്ങളായിട്ട് അതിനെ സമ്മതിക്കാറില്ല. ആണ് ഇങ്ങനെ ആവണം, അതായത് ഒരു എന്താ പറയുക, ആണുങ്ങൾക്ക് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഫേക്ക് മാസ്കുലിനിറ്റി എന്ന് പറയും. ഫേക്ക് മാസ്കുലിനിറ്റി, ആണത്തം എന്ന് പറയുന്ന ഒരു സംഭവം, ആണത്തം നമ്മൾ അനാവശ്യമായിട്ട് ആൺകുട്ടികൾക്കിടയിലേക്ക് ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് നോ, ഇപ്പം നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്, ഒരു പ്രണയബന്ധത്തിൽ ഒരു പെൺകുട്ടി നോ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതായത് അവരുടെ ഒരു അനാവശ്യമായിട്ട് അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരാണഹന്ത കാരണമാണ്, ഒരാൺ വിചാരം കാരണമാണ്. അതായത് എന്നോട് നോ പറയാൻ ഒരു പെണ്ണ് എന്നോട് നോ പറഞ്ഞു എന്നുള്ളൊരു അനാവശ്യ ഈഗോ. ഇതൊരിക്കലും ആ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും കുട്ടികളിലേക്ക് ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. പെൺകുട്ടികൾ വീക്കാണ്, പെൺകുട്ടികൾക്ക് കരയാം, ആൺകുട്ടികൾ അങ്ങനെ കരയാനും പിഴിയാനും പാടില്ല, അവരെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കണം, അതാണ് ആണത്തം, എല്ലാം ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് ആണിനെ പോലെ ജീവിക്കണം. ഈ ആണിനെ പോലെ ജീവിക്കുക എന്നൊക്കെ പറയുന്ന മാസ് ഡയലോഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആൺകുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഇമോഷണൽ ഡാമേജ് ചില്ലറയല്ല. കാരണം അവർക്ക് ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളിൽ ഒതുക്കി 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 ഒരു തവണ പോലും അത് ഷെയർ ചെയ്യാൻ പോലും പലപ്പോഴും അവർ മടിക്കും. ഷെയർ ചെയ്യുന്നത് പോലും ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി കാണുക. അവർക്ക് അതൊന്ന് തുറന്ന് പറയാൻ പോലുള്ള ഒരു വേദി ഉണ്ടാവില്ല, ഒന്ന് കരയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മുടെ പാവം സൗബിൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് അല്ലെ. ആ സൈക്യാട്രിസ്റ്റിന്റെ കെട്ടിപ്പിടിച്ച് സൗബിൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. നമ്മളിൽ എത്ര പേർ ആ രംഗം കണ്ട് ചിരിച്ചു? അതായത് സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആരോ, അതായത് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കെട്ടിപ്പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സൗബിൻ അയാളുടെ പുറത്ത് കടന്ന് കണ്ണീർ പൊഴിക്കുന്നുണ്ട്, അതായത് പൊട്ടിക്കരയുന്നുണ്ട്. നമ്മളൊക്കെ അത് കണ്ട് ചിരിച്ച ആളുകളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചിരിച്ചേ? ഒരാൺ ഇങ്ങനെയൊക്കെ കരയൂ, അതേസമയം ഒരു പെണ്ണ് അങ്ങനെ കരഞ്ഞിട്ടെങ്കിൽ നമ്മൾ ചിരിക്കില്ല അല്ലെ. അപ്പൊ സൗബിൻ കരഞ്ഞത് കണ്ട് നമുക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമില്ലേ? കാരണം സൗബിന്റെ മനസ്സിലുള്ള എത്രയോ കാലമായിട്ട് ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും എല്ലാമാണ് ആ മനുഷ്യന്റെ മുമ്പിൽ, ആ ഡോക്ടറുടെ മുമ്പിൽ ആ സൗബിൻ അങ്ങ് വെന്റ് ഔട്ട് ചെയ്തത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സൗബിൻ കരഞ്ഞത്. ഞാൻ ഒരു സിനിമയുടെ ഒരു സംഭവം പറയുന്നത് നിങ്ങൾക്കത് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാനാണ് കേട്ടോ. കാരണം അത് കണ്ട് ചിരിച്ചവരാണ് നമ്മളിൽ അധിക ശതമാനം ആളുകൾ. അപ്പോൾ ഇതിൽ ചിരിക്കാനൊന്നുമില്ല. ആണുങ്ങളും കരയും, ആണുങ്ങൾക്കും ടെൻഷനുണ്ട്, ആണുങ്ങളുടെ സ്ട്രെസ്സും പുറത്തേക്ക് കളയേണ്ടത് തന്നെയാണ്. അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള കുത്തകാവകാശമല്ല. ഒരിക്കലും നിങ്ങളുടെ ആൺകുട്ടികളെ കരയരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കരുത്. ലെറ്റ് ദം ക്രൈ, ലെറ്റ് ദം വെന്റ് ഔട്ട്, ലെറ്റ് ദം എക്സ്പ്രസ് ദെയർ ഫീലിംഗ്. അത് സങ്കടമായാലും സന്തോഷമായാലും എല്ലാ മനുഷ്യർക്കും അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. അതിനൊരിക്കലും നമ്മൾ ആണുങ്ങൾക്ക് നിഷേധിക്കരുത്. പിന്നെ പലപ്പോഴും ആണുങ്ങൾ ഈ ഫെമിനിസത്തിനേക്കാൾ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫെമിനിസം എന്നുള്ള വേർഡിനേക്കാൾ കുറച്ചുകൂടി ഇക്വാലിറ്റിയാണ് വേണ്ടത്, രണ്ടുപേർക്കും തുല്യത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുല്യത എന്ന് പറഞ്ഞ സംഭവം വന്നാൽ ആണുങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. അത് പല ആണുങ്ങളും ഈ തുല്യതയെ എതിർക്കുന്നത് കാണാം. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി. തുല്യത പറയുന്ന അല്ലെങ്കിൽ ഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ആണുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയാ? എല്ലാം ഈ പറയുന്ന പോലെ എല്ലാ ഭാരങ്ങളും തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ഉത്തരവാദിത്തങ്ങളും അവർ ഷെയർ ചെയ്യാൻ റെഡിയാണ് അല്ലേ. ഇപ്പോൾ ഒരു ഫാമിലിയിലെ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രണ്ടുപേർക്കും ഷെയർ ചെയ്യാലോ. അപ്പോൾ ആണുങ്ങൾക്ക് എത്രത്തോളം സമാധാനമാണത്. ഈ പറയുന്ന എല്ലാ പൈസയുടെ ബാധ്യതകളും സ്വയം ഏറ്റി നടക്കുന്നതിനേക്കാൾ ഒരു പങ്കാളി, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ഭാര്യ, അത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ആശ്വാസം അത്. വീട്ടിലെ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ എത്ര വലിയ ആശ്വാസമാണത്. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, അത് പുരുഷന്മാർക്ക് വേണ്ടി കൂടിയാണ്. പലപ്പോഴും അത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാറില്ല. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസമാണ്, അത് സ്ത്രീകൾക്ക് പുരുഷന്റെ തലയിൽ കയറാനുള്ളതാണ്. അങ്ങനെയല്ല, അവിടെ രണ്ടുപേരും ഈക്വലായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ
അവകാശങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത്, ഉത്തരവാദിത്തങ്ങളും ഷെയർ ചെയ്യപ്പെടണം. ഒരു പുരുഷൻ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതും ഷെയർ ചെയ്യണം ആ സ്ത്രീ. അപ്പോൾ മാത്രമേ പുരുഷൻ എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതും ഷെയർ ചെയ്യാനുള്ള അവകാശം ആ സ്ത്രീക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും സ്ട്രെസ് ഫ്രീ ആവുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ പുരുഷദിന ചിന്തകൾ ഇതൊക്കെയാണ്. കാരണം വളർന്നു വരുന്ന എത്രയോ ആൺകുട്ടികളുണ്ട്, അവരെ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഫേക്ക് മാസ്കുലിനിറ്റി, അനാവശ്യമായിട്ടുള്ള ആണത്തം എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ അവരുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റരുത്. അത് അവരെ വലിയൊരു സ്ട്രെസ്സിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നതിന് തുല്യമാണ്. അവരെ സാധാരണ മനുഷ്യരെ പോലെ ആണും പെണ്ണും ഒരുപോലെ ജീവിക്കട്ടെ. ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവങ്ങളിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ആണുങ്ങൾ കരയാൻ ഇഷ്ടമില്ലാത്തവരല്ല. ചില സന്ദർഭങ്ങളിൽ അവർക്കും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കും ഒന്ന് അവരുടെ ഭാരം ആരുടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അവർക്കും ആരെങ്കിലും അവരെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. പലപ്പോഴും ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് 25-26 വയസ്സാവുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഒരു ജോലി കിട്ടാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ശമ്പളം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ഒരു 25 വയസ്സ് കഴിയുമ്പോഴേക്കും ഒരു സ്ത്രീയിൽ അത്ര വലിയൊരു സ്ട്രെസ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 25-26 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഒരിക്കലും കുടുംബം നോക്കണം എന്ന് പറഞ്ഞ ആരും സ്ട്രെസ് ചെയ്യുന്നത് വളരെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അവർക്കുള്ള സ്ട്രെസ് പറഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നും കുട്ടി ഉണ്ടാക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഒരു 25-26 വയസ്സാകുമ്പോഴേക്കും കുടുംബത്തിലെ നോക്കണം എന്ന് പറയുന്ന ഭാരം ഇൻഡയറക്ട്ലി തലയിൽ വരും. ജോലി, ശമ്പളം, കല്യാണം, ഇതിൻ്റെയൊക്കെ പല പല ഭാരങ്ങൾ ആ പുരുഷന്റെ തലയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമൂഹം ചാർത്തി കൊടുക്കും. ഒരു 27-28 വയസ്സായി ഒന്നും ആവാത്തൊരവസ്ഥ ആയിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ചിലപ്പോൾ അവർ പഠിക്കുകയായിരിക്കും, അപ്പോൾ ഒരു ഇൻകം ഉണ്ടാവില്ല. ഒരു ഏണിംഗ് ഉണ്ടാവാത്ത സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീയെ പോലെ ഒരു പെൺകുട്ടിയെ പോലെയല്ല അവരുടെ അവസ്ഥ. അവരെ സമൂഹം നോക്കി കാണുന്നത് വേറൊരു രീതിയിലാണ്. നീ ഒരു പരാജയമാണ്, തോൽവിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും സമൂഹം ആണുങ്ങളെ ട്രീറ്റ് ചെയ്യുക. അത് ശരിക്കും എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെണ്ണിന് ജോലിയില്ലെങ്കിൽ എങ്ങനെ പകുതി അവർ തരും? അതിനാണ് പെണ്ണിനെ പഠിപ്പിക്കണം, പെണ്ണിനെ ജോലിക്ക് വിടണം എന്ന് പറയുന്നത് അനീസ്. പെൺകുട്ടികളെ പഠിപ്പിക്കുക, അവരെ സ്വന്തം കാലിൽ നിർത്തുക, ജോലിക്ക് വിടുക. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോട്ടെ, എന്താണ് പ്രശ്നം? ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ അവർക്കൊരു ഇൻകം ആവില്ലേ? നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധിക്കില്ലേ? ഷുക്കൂർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ വന്ന് രാഷ്ട്രീയം പറയുന്നത്? അവർ പറയുന്നത് പറഞ്ഞോട്ടെ, അവർക്കത് അതിലൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അവർക്ക് അവിടെ വന്ന് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം, മനസമാധാനം. എന്താ നമ്മുടെ ടോപ്പിക്ക് അതല്ലേ, ആണുങ്ങളുടെ മനസമാധാനമാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ചില ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വൃത്തികെട്ട കമന്റ് എഴുതിയിടുന്നതിൽ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കുന്നേ, അവർ സന്തോഷിക്കട്ടെ, കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. അതൊക്കെ നിങ്ങൾ അങ്ങ് അവഗണിച്ചാൽ മതി. അവഗണനയാണ് ഏറ്റവും വലിയ ശിക്ഷ. അത് കേട്ടിട്ടില്ലേ? ഒരാൾ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് അവരെ അവഗണിക്കലാണ് ഏറ്റവും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇങ്ങോട്ട് മോശം പറഞ്ഞാൽ അതിനേക്കാൾ ഒരു ഇരട്ടി മോശം അങ്ങോട്ട് പറയാം. നോ, ഇങ്ങോട്ട് മോശം പറയുന്ന ആളുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ മോശം പറയുന്ന ആളുകൾ മുഖത്തിന് നേരെ ഒരു കണ്ണാടി പിടിച്ച പോലെയാണ്. നിങ്ങൾ മോശം പറയുന്നത് ആ വ്യക്തിയല്ല, നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ എന്താണ് എന്ന് തന്നെയാണ്. അത് നിങ്ങളുടെ റിഫ്ലക്ഷനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അവഗണിക്കുക. അവരവിടെ എന്താന്ന് വെച്ചാൽ പറയട്ടെ, അവർ സന്തോഷിക്കട്ടെ കേട്ടോ. യെസ്, വേറെന്താണ്? അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? ആണുങ്ങളുടെ ഇന്റർനാഷണൽ മെൻസ് ഡേ, ആണുങ്ങളുടെ അവകാശത്തെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചില്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് താഴെ പറയൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് വേണ്ടത് ഫെമിനിസത്തേക്കാൾ കൂടുതൽ, ഫെമിനിസത്തിന് ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയല്ല കേട്ടോ. സ്ത്രീകളുടെ കാര്യങ്ങളെ എപ്പോഴും, അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, സ്ത്രീകൾക്ക് എപ്പോഴും ലേശം കൂടുതൽ കൺസിഡറേഷൻ കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ജനറലി നോക്കുമ്പോൾ പുറകോട്ട് നിൽക്കുന്നത് സ്ത്രീകളാണ്. പക്ഷേ അതിനർത്ഥം പുരുഷന്മാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നല്ല. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാണ്. അതിനെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്. സ്ത്രീകൾ മാത്രമേ പ്രശ്നത്തിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളതല്ല. രണ്ട് ജെൻഡറിനും രണ്ട് ജെൻഡറിൻ്റെതായ പ്രശ്നങ്ങൾ, ഡിഫറെൻ്റ് ആണ് പ്രശ്നങ്ങൾ, പക്ഷെ രണ്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് നമുക്ക് ആണുങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചിന്തിക്കാം, ചെയ്യാം. പിന്നെന്താണ്? ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊന്നും ഇല്ലേ? എല്ലാവരും വേറെ എന്തൊക്കെയാണ് പറയുന്നത്. ഇന്റർനാഷണൽ മെൻസ് ഡേയിൽ നിങ്ങളുടെ
അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും അതുമായിട്ട് ഞാൻ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. 100% ശരിയാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. കാര്യം ഇത് അനുഭവിക്കുന്ന ആണുങ്ങൾക്ക് അറിയാം അവർ പോകുന്ന ടെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തത്തിൽ അമ്മയെ പലപ്പോഴും പുകഴ്ത്തും. പക്ഷേ ഒരു അച്ഛൻ ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട്, ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാക്രിഫൈസസ് ചെയ്യുന്നുണ്ടെന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അത് മനഃപൂർവ്വമൊന്നുമല്ല, അമ്മയോടുള്ള അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇടയിൽ സെലിബ്രേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അച്ഛൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ ചിലപ്പോൾ മറന്നു പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ പറയുന്നത് രണ്ടുപേരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ശരിക്കും അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. മനുഷ്യത്വമാണ് പ്രധാനമായും വാഴേണ്ടത്. ബെൻസൺ കറക്റ്റാണ്, അത് ലിംഗഭേദമില്ല, കറക്റ്റ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യത്വം എല്ലാവർക്കും വേണ്ടതാണ്. നമ്മുടെ ഇടയിൽ ലിംഗപരമായി നിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആണിനും പെണ്ണിനും ഇടയിൽ നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ, ആണുങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രമാണ് കേട്ടോ. യെസ്, ശാന്തകുമാർ, നൌഷാദ്, എല്ലാവരും, ഷാജി, എല്ലാവരും പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന് പറയുന്നു. വളരെയധികം സന്തോഷം. അപ്പോൾ ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, ബിനീറ്റ ചോദിക്കുന്നുണ്ട്, ഹൗ ആർ യു? ഐ എം ടോട്ടലി ഫൈൻ, ഐ എം ഹാപ്പി. നിങ്ങൾ എന്നെ എൻ്റെ ഈ മുഖത്ത് ഈ ചിരിയില്ലാതെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന അതല്ലേ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ക്രൈസിസുകൾ വരും. അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുക. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, അത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അത് വേറൊരാളുടെ ഉത്തരവാദിത്തമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആരും ഹനിക്കാതിരിക്കാൻ, നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ആരും ഹനിക്കാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കണം, നമ്മൾ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. യെസ്, അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ പരസ്പരം സഹകരിച്ചു പോകുന്നതാണ്. കുടുംബജീവിതം കറക്റ്റാണ്. കറക്റ്റ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ കാണാം. ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ബൈ.